എന്താമ്മ? അവള് റെഡി ആയിക്കൊണ്ടിരിക്കുക. സമയമായി, പെട്ടെന്ന് നോക്കാൻ പറ. ഡാ, നീ ഇത് മാറിയിരിക്കുന്നേ. ചെറിയൊരു ടെൻഷൻ ഇല്ലാതില്ലടാ എനിക്ക്. ടെൻഷനോ നിനക്കോ? എന്ത് കാര്യത്തിന്? ഓടാനറി, ഈ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് അനുഭവിച്ച് തന്നെ അറിയണം. പെട്ടെന്ന് തന്നെ നിനക്ക് അനുഭവിക്കാൻ വേണ്ടി ഞാൻ മുട്ടിപ്പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. നീ ഇങ്ങനെ പ്രാർത്ഥിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. നീ ഇന്ദ്ര തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കും. അപ്പം നീ പറഞ്ഞ ഈ കാര്യം നടക്കും. നീ ഇപ്പോഴൊക്കെ ആരും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുകയാണോ? അവളിനെ തിരിച്ചു വരുമെന്ന് നമുക്ക് ആർക്കും ഒരു ഉറപ്പുമില്ല. അങ്ങനെയുള്ളപ്പോൾ നീ എന്തിനാടാ നിൻ്റെ ലൈഫ് ഇങ്ങനെ കളയുന്നേ? ആൻറ്റിക്ക് നിൻ്റെ കാര്യം ഓർത്ത് എപ്പോഴും ടെൻഷനാണ്. ഈ കാര്യമൊക്കെ ഞാൻ അമ്മയോട് തന്നെ നേരിട്ട് പറഞ്ഞതാ. കുഞ്ഞുനാളിലാണെങ്കിലും ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തില്ലടാ. അത് അവൾ കുട്ടികളെ എടുത്താണോന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനത് സീരിയസ് ആയിട്ട് വാക്ക് കൊടുത്തതാ. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാടാ അവളെ മറന്ന് വേറെ? നിനക്ക് വേറെ ആരെടുത്തും ഇഷ്ടം അല്ലെങ്കിൽ ക്രഷൊന്നും തോന്നിയിട്ടില്ല? നിന്നോടാ ചോദിക്കുന്നേ. രണ്ടും കൂടി ഇവിടെ എന്താ ചെയ്യുന്നേ? സമയമായി. എന്താ ആൻറ്റി മുഖത്തൊരു തെളിച്ചമില്ലാത്ത? അത് മോനെ ആരു. ആൻറ്റി ഒന്നുകൂടെ ചോദിച്ചു നോക്കിയേ. മോനെ ആരു, എന്തമ്മ? നീ എന്ത് ഭാവിച്ച മോനെ നിന്റെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കുന്നത്? നിനക്കും വേണ്ടയുടെ കുടുംബവും കുട്ടികളൊക്കെ. അമ്മയ്ക്ക് എന്ത് ആഗ്രഹം ഉണ്ടെന്നറിയോ? നീ ഇപ്പോഴും അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുകയാണോ? അവൾ തിരിച്ചു വരുമെന്ന് പോലും. അമ്മ പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. നമ്മളിത് എത്ര സംസാരിച്ച ടോപ്പിക്കാ. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്കൊരു താല്പര്യമില്ലമ്മ. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ തീരുമാനം. ഇനി എന്തിനാ ഇങ്ങനെ? എനിക്ക് കുറച്ച് മനസ്സമാധാനം പറ്റുകയാണെങ്കിൽ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പോയേക്ക് ഇന്ന് തന്നെ. ആരു, ഞാൻ പോട്ടടാ. എനിക്ക് ഇവിടെ ശരിയാവില്ല. എൻ്റെ മൈൻഡ് നോക്കിയാവാൻ വേണ്ടിയാണ് ഞാൻ അത്രയും ദൂരെ പോയി വർക്ക് ചെയ്യുന്നത്. നിനക്കും ഇവരെക്കാളും എന്നെ നന്നായിട്ട് അറിയാലോ. ഇനി നീയും കൂടി ഇങ്ങനെ തുടങ്ങല്ലേ. ഇനി അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. എനിക്കാരും കല്യാണം ഉണ്ടാക്കാനോ എന്നെ കെട്ടിക്കാനോ നോക്കണ്ട. എൻ്റെ മനസ്സിലൊരു പെണ്ണുണ്ടെങ്കിൽ അത് കൈയോട് സിക്കാമൽ കാറ്റി വൈത്തവൻ യാര്. ആൻറ്റി, ഇനി അവനോട് പറയണ്ട. നമ്മളാരും പറഞ്ഞിട്ട് അവൻ്റെ മനസ്സ് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ എപ്പോഴാണോ തോന്നുന്നത് അപ്പോൾ അവൻ കേട്ടട്ടെ. ഈ പറയുന്ന ഇഷ്ടം, പ്രണയം, കല്യാണം ഇതൊക്കെ അവരവരുടെ മനസ്സിന്ന് തോന്നിയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അതിനടിച്ചേൽപ്പിച്ച് വല്ലതും ചെയ്താൽ ആ ലൈഫ് നല്ല രീതിക്ക് പോകുമെന്ന് ആൻറ്റിക്ക് തോന്നുന്നുണ്ടോ? ഇവൻ്റെ മനസ്സിളക്കാൻ പറ്റിയ ഒരുത്തിയെ ദൈവം എവിടെയെങ്കിലും പടച്ചു വെച്ചിട്ടുണ്ടാവും. സമയമാകുമ്പോൾ അവർ കണ്ടുമുട്ടുകയും ചെയ്യും, പ്രേമിക്കുകയും ചെയ്യും, കല്യാണം കഴിക്കുകയും ചെയ്യും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. മോനെ ജിഷു, അവനിനെ പറഞ്ഞ പോലെ ചെയ്യൂ. ഇന്ന് തന്നെ പോവോ? അക്കാര്യത്തിൽ എനിക്ക് ഒരു ഡൗട്ടുമില്ല. അവൻ ഇപ്പം തന്നെ പോകും. അയ്യോ, ഒരാഴ്ച നിൽക്കാൻ വന്നതാ എൻ്റെ കുട്ടി. അതാ പറയുന്ന ആവശ്യമില്ലാത്തടത്ത് വാ തുറക്കരുതെന്ന്. എടാ, നീ അല്ലടാ എൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാൻ പറഞ്ഞേ. ബുദ്ധിയുള്ള ആരേലും എന്നെ നമ്പുവോ? അല്ലെങ്കിൽ തന്നെ ചോദിക്കാൻ പറഞ്ഞെന്ന് വെച്ച് ചാടി കയറി ചോദിക്കലാണോ? എടാ നിന്നെ ഞാൻ. അയ്യോ, നാട്ടുകാർ ഓടി വാ, എന്നെ അമ്മായിമ്മ തല്ലിക്കൊല്ലുന്നേ. ആരു, നീ പോകാൻ തന്നെ തീരുമാനിച്ച്? ആടാ, ഞാൻ പോട്ടെ. എനിക്കൊരൊറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങളുടെ എൻഗേജ്മെൻറ്റ്. അതെന്തായാലും അടിപൊളിയായിട്ട് കഴിഞ്ഞാലോ. ഇനിയിപ്പം ഞാൻ ഇവിടെ നിൽക്കുന്ന എന്തിനാ? അല്ലെങ്കിലും എനിക്ക് കുറേ വർക്ക്സൊക്കെ പെൻഡിങ്ങിലാടാ. ഞാനിപ്പോഴേ ഇവിടെ വന്ന് നിൽക്കാമെന്നൊന്നും വിചാരിച്ചതല്ല. എൻ്റെ മൂഡ് പെട്ടെന്ന് പോയപ്പോൾ നിനക്ക് മൂഡ് പോകാൻ വേണ്ടി അവിടെ എന്താ ഉണ്ടായേ? എന്ത് പറയാനാ, എപ്പോൾ നോക്കിയാലും അവളുടെ മുഖം മാത്രം. ആരുടെ മുഖം? ആരുടെ മുഖമില്ല. ഞാൻ ഇറങ്ങാടാ. ആൻറ്റി, നീ ഇതെന്തിനാ ഇപ്പം അമ്മയെ വിളിക്കുന്നേ? ഒരു ചായക്ക്. നിന്റെ വീട്ടിൽ ചായയും ചോറൊന്നുമില്ലേ? ചായ ആൻറ്റിയുടെ കയ്യിലേ ഉള്ളൂ. എന്നാൽ പിന്നെ നീ ഇറങ്ങിക്കോ. ഞാൻ ആൻറ്റിയെ കണ്ടൊരു ചായ മേടിച്ച് കുടിച്ചിട്ട് വരാം. നീ പോവാനോടാ? അമ്മ സോറി, ഞാൻ ദേഷ്യപ്പെട്ടതിന്. അമ്മയോട് പിണക്കാനോടാ? ഞാൻ പിണങ്ങി പോകുന്നല്ലമ്മ. എനിക്ക് കുറേ വർക്ക്സ് പെൻഡിങ്ങാണ്. അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ. അവൻ പോട്ടെ ആൻറ്റി, എന്നാലല്ലേ കാര്യങ്ങളൊക്കെ നടക്കുമോ? എന്ത് കാര്യങ്ങൾ? ഒന്നുമില്ല. എടാ, നീ ചെല്ലാൻ നോക്ക്, നിന്റെ ട്രെയിൻ മിസ്സാവണ്ട. ഇവനിതെന്തൊക്കെയാ പറയുന്നേ? അമ്മ ഡാ, ഞാൻ പോവാ. നീ ചെല്ലടാ. ആൻറ്റി, എന്തിനാടാ ഇങ്ങനെ കിടന്ന് കാറുന്നത്? ഞാൻ നിന്നെ തൊട്ടടുത്തല്ലേ നിൽക്കുന്നേ. കേട്ട് ആൻറ്റി, കേട്ട്.
അതിനിതിന് മുന്നേ നിനക്ക് ചെവി വെക്കത്തില്ലായിരുന്നോ? അയ്യ അതല്ല തള്ളേ, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടൂന്ന്. നീ ഒരുമാതിരി മനുഷ്യനായിട്ട് കൊരം കളിപ്പിക്കാതെ കാര്യം എന്താന്ന് വെച്ചാൽ പറയടാ. അതെ, ആരും ഇപ്പം എന്തിനാ പോയെന്നറിയോ? അവന് വർക്കും കൊറക്കൊന്നും അല്ല, അവന് കിറുക്ക. ആ, ഒരു പെണ്ണിനോട് അവന് വല്ലാത്ത കിറുക്ക. എടാ എന്താണടാ, എന്താ നീ പറയുന്നേ? അവനെ അവിടെ ഏതോരെണ്ണം വളഞ്ഞിട്ടുണ്ട്. ഒന്ന് പോടാ ചക്ക. അവൻ എന്നോട് പറഞ്ഞ ആൻറ്റി, പറഞ്ഞ് അവന്റെ മനസ്സിൽ എപ്പോഴും ആ പെണ്ണിന്റെ ഫേസാന്ന്. വിശ്വസിക്കാവോ? ആൻറ്റി, വിശ്വാസം അതല്ലേ എല്ലാം. ഏതാ പെണ്ണ്? അതൊന്നും എനിക്കറിയില്ല, എന്തായാലും അവൻ ഏതോ ഒന്ന് വളഞ്ഞിട്ടുണ്ട്. ചേട്ടാ, ഞാൻ വിശ്വസിക്കില്ല. ഏട്ടന് പ്രണയം. നീ വേണേ വിശ്വസിച്ചാൽ മതി ആൻറ്റി, നിങ്ങൾ എന്നെ വിശ്വസിക്കണം. ഞാൻ പറഞ്ഞത് സത്യമാണ് ആൻറ്റി. അമ്മ, നിങ്ങൾ വെറുതെ വിശ്വസിച്ച് ഇല്ലാത്ത മരുമകളെ സ്വപ്നം കാണാൻ നിൽക്കണ്ടേ. ചേട്ടൻ മണ്ണെന്നെങ്ങാനും പറഞ്ഞത് ഇയാൾ പെണ്ണെന്ന് കേട്ടതാവും. നായിക മക്കളു, മനുഷ്യനവിടെ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോ അവള്. ഈശ്വര, അവൻ ഏതെങ്കിലും ഒന്ന് തടഞ്ഞിട്ടുണ്ടാവണേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടണം മക്കളെ. വിശ്വസിച്ച്. അമ്മ, മൂഞ്ചാ റെഡി ആയിക്കോ. ഇവളങ്ങാറുണ്ടല്ലോ. ഓ, ഇവറ്റാളെ രണ്ടിൻ്റെ ഇടയിൽ കിടന്ന് ഞാനൊരു വഴിയാവും. ഞാൻ അപ്പച്ചിയെ പോയി കണ്ടിട്ട് വരാം. അതെങ്കിലും നടക്കട്ടെ. ചെല്ലേ. എന്തൊക്കെയാടാ ഈ സ്മോൾ കേരളത്തിൽ നടക്കുന്നത്? എനിക്കിതൊന്നും കാണാനും കേൾക്കാനുള്ള ത്രാണിയില്ലേ. കുട്ടിയെ കാണാൻ എങ്ങനെ ഉണ്ടാവോ? എന്തായാലും അവൻ്റെ സെലക്ഷൻ അല്ലേ, മോശമാവില്ല. ഈശ്വര, തള്ള സീരിയസ് ആക്കിയ ഇനി അങ്ങനെ വല്ലതും ഇല്ലെങ്കിൽ അവനും തള്ളയും കൂടെ എന്നെ കൊല്ലും. എന്നാ ഞാനങ്ങോട്ട് ഇരിക്കടാ മോനെ, ഞാൻ നിനക്ക് ഏലക്ക ഇട്ട് ചായ കൊണ്ട് തരാം. ഇപ്പൊ വേണമെന്നില്ലായിരുന്നു ആൻറ്റി. ഇരിക്കടാ, ഞാൻ ഇട്ടുകൊണ്ട് തരാം. നീ എന്താ ഇപ്പോഴേ വന്നേ? എൻഗേജ്മെന്റ്? ആർക്ക് എൻഗേജ്മെന്റ് ആയത്? അതിവന്റെ പെങ്ങളുടെ എൻഗേജ്മെന്റ് ആണെന്നൊക്കെ പറഞ്ഞ് 1 വീക്ക് ലീവ് എടുത്ത ആളാ. ഇതിപ്പോ എന്ത് പറ്റി? എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിടും. പിന്നെ ഞാനോർത്ത് എന്തിനാ വെറുതെ ലീവ് എടുക്കുന്നതെന്ന് എങ്ങ് പോന്നു. അപ്പോ ഇയാളുടെ സിസ്റ്ററുടെ എൻഗേജ്മെന്റാ? ഞാൻ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തല്ലോ. ഏയ് സഹോ, നിനക്കെന്തോ ഒരു വൈക്ലഭ്യം. അതേത് ക്ലബ്ബാ? അയ്യേ, ഇവനെ ഏത് പഞ്ചായത്തിലെ കടവുളേ. നീ വന്ന കാര്യം പറ. എടാൻ്റെ കല്യാണം ഉറപ്പിച്ചടാ. അന്ന് ഞാനും ഉണ്ടായിരുന്നല്ലോ. അങ്ങനല്ല, അതുവേ ഇത് ഡേറ്റ് ഫിക്സ് ആക്കി. എന്നാ അടുത്ത മാസം 10. ഓ, കൺഗ്രാറ്റ്സ്, താങ്ക് യു. പിന്നെ എൻ്റെ മൂഡ് ഓക്കെ അല്ല, നമുക്കിനി പിന്നെ സംസാരിക്കാം. മൂഡ് മാറ്റാൻ ഞാനൊരു കുപ്പി എടുത്തുകൊണ്ട് വന്നാലോ? സാധനം കയ്യിലുണ്ട്. എന്താ ഇത്ര താമസം? നോക്കി നിൽക്കാതെ എടുത്തിട്ട് വാ. ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പം എടുത്തിട്ട് വരാം. ഇത്ര സമയമായിട്ട് ഇവങ്കിലൊന്ന് തൂങ്ക മാറ്റിയാ? പെട്ടെന്ന് തൂങ്ക്. ഇവിടെ കിടന്നോട്ടെ, വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. ആരെ? എന്നെ എൻ്റെ റൂമിൽ ചെന്ന് നടക്കടാ. എനിക്കൊരു പാട്ടി തേണ്ടി ചെറ്റമക്കടി ഈ റൂം ആവശ്യമില്ല. ആനന്ദത് ഇവിടെ കിടക്കും, തറയെ കിടക്കും. നീ എവിടെയെങ്കിലും കേടാ. നീ എന്ത് ഇവിടെ? ഒന്ന് பார்க்கதான் வந்தேன். எனக்கு கொஞ்சம் സംസാരിക്കണം. നീ ഇപ്പോൾ പോ, നമുക്ക് പിന്നെ സംസാരിക്കാം. എനിക്കിപ്പോൾ സംസാരിക്കാൻ കഴിയില്ല, നീ ചെല്ല്. മുടിയാത്, എനിക്കും ഇപ്പം തന്നെ സംസാരിക്കണം. ഞാൻ പറഞ്ഞില്ല മുത്തു, എനിക്കിപ്പോൾ നിന്നോട് സംസാരിക്കാൻ കഴിയില്ല ഈ സമയം. പിന്നെ ഞാനും ഒന്നും ശരിയല്ല. നീ ഇപ്പോൾ ചെല്ലാൻ നോക്ക്. നീ എന്താ ഈ ചെയ്യുന്നത്? ഞാൻ சொன்னல, എനിക്കും കിട്ടി പേസണം. ഇപ്പോൾ മാറ്.
മാറ്, എനിക്ക് പറയുന്നൊന്ന് കേക്ക്, മാറ്. മുടിയാത് ഞാൻ ഉങ്കിട്ട് കൊഞ്ചം പേസണം. എന്നെ പറയാൻ സമ്മതിക്കാത്ത. വേണ്ട മുത്തു, പ്ലീസ്. നീ പോ, ഞാൻ ഓക്കെ അല്ല, പ്ലീസ്. ഇത് പറയാതിരിക്കുന്ന ഒരു നിമിഷവും ഞാൻ ഓക്കെ അല്ല. ഇത് പറഞ്ഞാലേ ഞാൻ ഓക്കെ ആവൂ. ആരോ എനിക്ക് നിങ്ങളെ നീരിൽ വീഴും പൂക്കൾ ഓളങ്ങൾ തൻ ഏതോ തേരിൽ പകലറിയാതിരവറിയാതൊഴുകുകയല്ലോ, അലയുകയല്ലോ. എനക്ക് തൂങ്ങിയാച്ചാ, ഫോൺ അടിക്കുന്നുണ്ട്. എനക്ക് ആരാ ഈ സമയത്ത്? സ്വാമിജി? എന്നാ സ്വാമിജിയാ? அவங்க என்ன இந்த സമയത്ത്? അയ്യോ, നീ ഇങ്ങനെ കിടന്ന് പേടിക്കാതെ, ഞാൻ എടുത്തു നോക്കട്ടെ. ഹലോ സ്വാമിജി. ആ മുത്തു അവളുടെ റൂമിലുണ്ടാവും സ്വാമിജി. ആ ഞാൻ നോക്കാം സ്വാമിജി. എന്നാച്ച്? മുത്തു എവിടെ? അവളുടെ റൂമുക്കുള്ളേ ഇരിക്കും. ആ നീ ഒന്ന് ചെന്ന് നോക്കിക്കേ. എന്നാച്ച് അവൾക്ക്? ഏയ് ഒന്നുമില്ല, നീ ഒന്ന് ചെന്ന് നോക്ക്. സ്വാമി പറഞ്ഞതാ അവളവിടെ ഉണ്ടോന്ന് നോക്കാൻ. എന്നെ சொல்றீங்க? இந்த നേരത്തിൽ അവൾ അവിടെ അല്ലാതെ വേറെ എവിടെ പോവാനാ? ആ അവിടെ തന്നെ കാണും, നീ ജസ്റ്റ് ഒന്ന് ചെന്ന് നോക്ക്. முத்து டோர் க்ளோஸ் பண்ணிலையா? எங்க போச்சு? முத்து நீ எங்க? பாத்ரூமுக்குள்ள இருக்கா? ஏதாவது சத்தம் போடு முத்து, கவலைப்படுத்தாத முத்து. கடவுளே, என்னங்க என்னங்க? അവളവിടെ ഇല്ലേ? இல்லைங்க, അവിടെ കാണാനില്ല. கடவுளே, எங்க போச்சு? நீங்க சாமிஜியை கால் பண்ண. அவரு எப்படி தெரிஞ்சிருச்சு அவள் இங்கே இல்லைன்னு? கால் பண்ண. ஹலோ சாமிஜி, என் பொண்ணை எங்கேயும் காணும். அவள் எங்கே போச்சுன்னு தெரியாது சாமிஜி. எனக்கு பயமாக இருக்கு. கவலைப்படாத, அவள் உன்னோட பக்கத்தில் தான் இருக்கா. சரியா பாக்கு, கிடைக்கும். எல்லாம் தெய்வ நிச்சயம்தான். சுவாமிஜி, എൻ്റെ കുട്ടി, கவலைப்படாத, அங்கே எல்லா இடத்தும் சரியா பாக்கு. நீ நிற்கிற இடத்தில் தான் அவளும் இருக்கு, உன்னோட வீட்டில் தான் அவளும் இருக்கு. கொஞ்சம் கூட ദൂരം പോകല, ശരിയാ പാക്ക്. ഇവിടെ ഒന്നും കാണുന്നില്ല സ്വാമിജി. അവളുടെ റൂമിലല്ലാണ്ട് വേറെ എവിടെയും പാക്ക് കിടക്കും. பார்த்ததுக்கு அப்புறம் என்னை கூப்பிடு. சரி சுவாமிஜி. நில்ல ஒரு நிமிஷம். நீ இப்போ கேட்க போகிற வார்த்தை, காண போகிற காரியம் எல்லாமே உனக்கு புதுசு. നീ കവലപ്പെട വേണം, എല്ലാമേ ദൈവീയ നിശ്ചയം. സ്വാമിജി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാമേ ഉനക്ക് പുരിയും ശരിயான നേരത്തില്. ഇപ്പൊ പോയി മുത്തുവിനെ പാക്ക്. എനിക്ക് എന്താ അവർ പറഞ്ഞത്? പറ, എവിടെ എൻ്റെ മോള്? അവള് വീട്ടിൽ തന്നെ ഉണ്ട്. എന്താ ഇവിടെ ഒരു ശബ്ദം? ആ, നിങ്ങളിപ്പോഴും ഉറങ്ങിയില്ല? നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നേ? ദേവി, ദേ അനന്തു. ഇവനത് ഇവിടെ വന്ന് കിടക്കുന്നേ? ഡാ അനന്തു, എഴുന്നേക്ക്. ഹായ് അമ്മ, അച്ഛ, മുത്തശ്ശി, എന്താ ഇവിടെ? മോനെ അനന്തു, നമ്മുടെ മുത്തുവിനെ കാണാനില്ല. കാണാനില്ലെന്നോ? നിങ്ങൾ ചുമ്മാ കളിക്കല്ല അമ്മ. അവളീ സമയത്ത് എവിടെ പോവാനാ? എവിടെയും പോയൊന്നും കാണില്ല. നിങ്ങൾ ശരിക്കും നോക്ക്. ഞങ്ങൾ എല്ലായിടത്തും നോക്കിയിടാ. ഇവിടെ ഫുള്ള് നോക്കിയോ? എല്ലാം നോക്കിയടാ. ഇല്ല, ഒരു റൂം കൂടെ ഇருக்கு. ആ ചെറുക്കിന് കൊടുത്ത റൂം. അമ്മ, അവനിപ്പോൾ ഒന്ന് കുടിച്ച് ഒന്ന് കിടന്നിട്ടേ ഉള്ളൂ. ഒന്ന് മനസമാധാനത്തോടെ ഉറങ്ങിക്കോട്ടെ. അത് എന്ത്? അല്ല, അവനീ വെള്ളം കുടിച്ചിട്ടേ ഇപ്പോൾ കിടന്ന് ഉറങ്ങിക്കാണെന്ന് പറഞ്ഞതാ. എന്നായിരുന്നാലും എനിക്ക് അന്ത റൂം കൂടെ നോക്കണം. അമ്മ, അവൻ ആ റൂം റെൻറ്റിന് കൊടുത്തതാ. അവന് ക്യാഷും തന്നിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ നമ്മളെങ്ങനെയാണ് ഈ നട്ടപ്പാതിരിക്ക് അവനെ കയറി വിളിക്കുന്നത്? അതൊക്കെ ചീപ്പ് പരിപാടി അമ്മ. എന്നായിരുന്നാലും അന്ത റൂം പാക്കണം. അതുക്കപ്പുറം അവൻകിட்ட ഒരു മன்னிப்பு കേട്ടാൽ പോതും. അമ്മ, ഈ സമയത്ത് മുത്തു എങ്ങനെ അവൻ്റെ റൂമിൽ പോകാനാ? നിങ്ങൾ കുറച്ച് ബ്രെയിൻ യൂസ് ചെയ്യുമ്മ. അവൾക്ക് നട്ടപ്പാതിരിക്ക് നിലാവ് നോക്കി നിൽക്കുന്ന ഒരു അസുഖമുണ്ട്. അവൾ ബാൽക്കണിയിൽ അങ്ങനെ പോയി നിന്ന് നിലാവ് നോക്കുന്നുണ്ടാവും. അനന്തു, ഞങ്ങൾ അവിടെയൊക്കെ നോക്കിയതാ. നീ അമ്മ പറയുന്ന കേൾക്ക്. നമുക്ക് ഡോറൊന്ന് നോക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ സംശയം അങ്ങ് തീർക്കാമല്ലോ. ആ, ഫിക്സ്. എൻ്റെ പരലോകയാത്ര ഫിക്സ്. ഇവർ ഡോറ് നോക്ക് ചെയ്യുന്നു, ഞാനാണെന്ന് കരുതി അവർ ഡോറ് തുറക്കുന്നു.
നിരത്തി വച്ചേക്കുന്ന ബോട്ടിൽസ് ഇവർ കാണുന്നു, ഞാനിവിടെ എന്തിനു വന്നെന്ന് ഇവർ അറിയുന്നു, എനിക്ക് വേണ്ടി ഇവർ കുഴി വെട്ടുന്നു. ശുഭം. ചതിച്ചല്ലോ ഭഗവതി. നിങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയായിരിക്കും പാവം ഭഗവതി. എന്താ അമ്മ? അങ്ങ് പാര്. ഡാ വാതിൽ തുറക്കട പട്ടി, അല്ല ഞാനിത് ചവിട്ടി പൊളിക്കും. ഓ ഷിറ്റ്, ഇതായിരുന്നല്ലടാ നിന്റെ മനസ്സിലിരിപ്പ്. എൻ്റെ പെങ്ങളെ കിട്ടിയുള്ളൂ നിനക്കിതിന്. തുറക്കട ചെറ്റ് ചെയ്ത് നിന്നെ ഞാൻ അണ്ണ നിർത്തുക. ഞാനല്ല എല്ലാത്തിനും കാരണം ഞാനാ. മാറി നിൽക്കടി, ഇവനെ ഞാനിന്ന് തല്ലിക്കൊല്ലും. തല്ലിക്കോ, കൊന്നോ, തെറ്റ് ചെയ്തവരല്ലേ ശിക്ഷിക്കേണ്ടേ. തപ്പ് സെഞ്ചത് ഞാന്താ. എന്നെ തല്ലിക്കോ, കൊന്നോ, പക്ഷെ ഇവരെ തൊട്ടു പോകരുത്. ഇവരൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ അങ്ങോട്ട് ചെന്ന്. നീ ഇത്ര മുട്ടി നിൽക്കായിരുന്നോടി അനന്തു. പിന്നെ ഞാൻ എന്താ പറയേണ്ടതപ്പ? ഇവർക്ക് തമ്മിൽ ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളോട് തുറന്നു പറയേണ്ട കാര്യമല്ലേ ഉള്ളൂ. നമ്മൾ ആരെങ്കിലും ഇന്നേ വരെ അവളുടെ ഒരു ഇഷ്ടത്തിന് എതിര് നിന്നിട്ടുണ്ടോ? ഇതിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇവരെ കാണേണ്ടി വരുമെന്ന് ഞാൻ അപ്പ സോറി അപ്പ, ഞാൻ തപ്പ് ചെയ്തു. എനിക്ക് ഒരുപാട് ഇഷ്ടം അപ്പ. ഞാനത് ആദ്യം ഇവനെ അറിയിച്ചിട്ട് നിങ്ങളെ അറിയിക്കാന്ന് കരുതിയത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സോറി അപ്പ, എല്ലാം എൻ്റെ തെറ്റ്. ഇവരൊന്നും ചെയ്തിട്ടില്ല അപ്പ. സാരമില്ല, പോട്ടെ. മോള് വാ. നീ അവളെ കൊണ്ട് പോ. ആരോ, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. ഇപ്പോഴല്ല, നാളെ. ഇപ്പം നീ ചെന്ന് കിടന്നു. ഹലോ സ്വാമിജി, ഞങ്ങളവിടെ ஒன்றும் பேச வேணாம், எல்லாமே எனக்கு தெரியும். உனக்கு ஞாபகம் இருக்கா அன்னைக்கு நான் உன்கிட்ட சொன்னது, முத்து பொண்ணுக்கு சரியான நேரம் வந்துடுச்சுன்னு? എനിക്ക് ഓർമ്മയുണ്ട് സ്വാമിജി. இனி எதுவும் யோசிச்சு கவலைப்படாத. அவரோட திருமணத்துக்காக என்ன செய்யணும் அது பாரு. സ്വാമിജി, ആ ചെറുക്കൻ അവളോട് ஹே, எல்லாம் நல்லபடியாக நடக்கும், நீ அதை பற்றி கவலைப்பட வேணாம். உன் பொண்ணுக்கு அவன் மேலே எவ்வளோ அளவில் காதல் இருக்குன்னு தெரியுமா? உனக்கு யோசித்து பார்க்கக்கூட முடியாது. அவ்வளோ காதல் இருக்கு. முத்து பொண்ணுன்னு அவன் மேலே உள்ள காதலினேக்கால் 10 மடங்கு அவள் மேலே காதல் இருக்கு. அவனோட இதயம் துடிக்கிறதே இவக்காக தான். ஆனால் എന്താ സ്വാമി? எதுவும் இல்லை, ஃபோன் வைப்பா. എടാ നീ ഒന്ന് വന്നേ, നിന്നപ്പം വിളിക്കുന്നുണ്ട്. എന്തിനാ? നീ വാ. വിളിപ്പിച്ചത് എന്തിനാണെന്ന് മനസ്സിലായോ? കല്യാണക്കാരെ സംസാരിക്കാനാ. ഇന്നിപ്പോൾ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനിയാഴ്ച നമുക്ക് കല്യാണം നടത്താം. അല്ല, നിങ്ങളിത് അപ്പയ്ക്ക് എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു? അപ്പ പോയിക്കോ, ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ സംസാരിച്ചോളാം. ശരി. നീ തന്നെ എന്താടാ, മുങ്ങാനുള്ള പരിപാടിയാണോ? അതിന് ഞാനാർക്കും വിവാഹം ചെയ്യാന്ന് വാക്കൊന്നും കൊടുത്തിട്ടില്ല. നിർത്തട മോനെ. മര്യാദക്ക് ഞാൻ പറയുന്നത് പോലെ ചെയ്താ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ ഈ ആനന്ദിൻ്റെ ഇതുവരെയും കാണാത്തൊരു ഫേസായിരിക്കും നീ കാണുന്നത്. ആനന്ദ്, ഞാൻ അവളെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. നിർത്തടാ. നീ പിന്നെ എങ്ങനെയാണ് അവളെ കണ്ടത്? കയറി പിടിച്ച് കിസ്സും ചെയ്തു. അപ്പം നീ അവളെ എങ്ങനെയാണ് കണ്ടത്? അമ്മയായി കണ്ടോ അല്ലെങ്കിൽ പെങ്ങളായി കണ്ടോ? പറയട മോനെ. അവളുടെ മുന്നിലോ അപ്പൻ്റെ മുന്നിലോ വല്ല ഇഷ്ടക്കേടും കാണിച്ച കൊന്ന് കുഴിച്ചു മൂടും ഞാൻ. എനിക്ക് താല്പര്യമില്ലാതെ പിന്നെ ഞാൻ എങ്ങനെയത്? നിൻ്റെ താല്പര്യമൊക്കെ ഞാൻ വരുത്തിച്ചോളാം. വീട്ടിലുണ്ടല്ലോ നിൻ്റെ അമ്മയും പെങ്ങളും, പിന്നെ നീ കൂടെ പിറപ്പ് പോലെ കാണുന്നൊരു കസിനും. അവരെയൊക്കെ നിനക്ക് ജീവനോടെ കാണണമെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടേ പറ്റൂ. അതല്ല നിനക്ക് നിൻ്റെ കാര്യം മാത്രമേ നോക്കൊണ്ടുവെങ്കിൽ അവരെയൊക്കെ നീ അങ്ങ് മറന്നേക്കടാ. കൊന്നു തൊള്ളും ഞാൻ എല്ലാത്തിനെയും. നേട്ടത്തിന് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ മടിയില്ല, പ്രത്യേകിച്ച് എൻ്റെ അനിയത്തിക്ക് വേണ്ടി. നിനക്ക് കാണണോ നിൻ്റെ മുന്നിൽ ഇങ്ങനെ നിരന്ന് കിടക്കുന്ന നിൻ്റെ വീട്ടുകാരുടെ ശവം? വേണ്ട. എനിക്കറിയായിരുന്നു നേരത്തെ
ആരവ് കുടുംബത്തോട് ഭയങ്കര സ്നേഹമുള്ള ചെക്കനാണെന്ന്. അപ്പം എങ്ങനെയാ കല്യാണം അങ്ങ് നടത്തുകയല്ലേ? ഇനി ആകെ കൂടെ കുറച്ച് ദിവസമേ ഉള്ളൂ നിങ്ങളുടെ കല്യാണത്തിന്. നീ നിൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കേ. കുറച്ച് ദിവസത്തിൽ കല്യാണം നടക്കുമെന്നും അവൾ നിൻ്റെ ഭാര്യയായിട്ട് വരുമെന്നും അവളോട് എങ്ങനെ പെരുമാറണമെന്നൊക്കെ. പിന്നെ ഓർത്തു വെച്ചോ, നീ കാരണം എൻ്റെ പെങ്ങളുടെ കണ്ണെങ്ങാനം നിറയാൻ ഇടയായ വെച്ചേക്കല്ലോ ഒന്നിനെ. അപ്പോൾ പോട്ടേളിയാ, എല്ലാം ഞാൻ കാരണം. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. സ്വബോധത്തോടെ അല്ലെങ്കിലും ഞാൻ ചെയ്തത് തെറ്റാ. അങ്ങനെയൊന്നും ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു. അവളെ കല്യാണം കഴിച്ചാൽ ഞാൻ ചെയ്ത തെറ്റ് തിരുത്താൻ പറ്റുമെങ്കിൽ അത് നടക്കട്ടെ. പക്ഷേ ഇന്ദ്ര, നീ എന്നോട് ക്ഷമിക്കില്ല ഇന്ദ്ര. എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇത് തെറ്റോ ശരിയോ എനിക്കറിയില്ല ഇന്ദ്ര. നീ എന്നോട് ക്ഷമിക്കേ. ഹലോ അമ്മ. എടാ ഞാനാടാ. ആ പറയടാ. എടാ നീ ഒന്ന് ഇങ്ങോട്ട് വരുമോ? എന്തു പറ്റിയടാ? എടാ അമ്മ ഭയങ്കര ബഹളം. അന്ന് ഉണ്ടായ പോലെ 2-3 ദിവസമായി തുടങ്ങിയിട്ട്. എല്ലാം തച്ചുടക്കുക, പൊട്ടിക്കുക, കരയുക, ചിരിക്കുക, ഇറങ്ങി ഓടുക, ഇങ്ങനെ അടച്ചിട്ടേക്കോ ഇപ്പോൾ. അങ്ങനെ വെറുതെ ബഹളം ഉണ്ടാക്കാറില്ലല്ലോ. അപ്പച്ചി എന്ത് വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെടുന്നത്? എന്താണേലും വാങ്ങിച്ചു കൊടുക്കടാ. എടാ ഇതങ്ങനെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന സാധനമൊന്നുമല്ല. ഇന്ദ്രയാ വേണ്ടത്. മോളെ കാണണമെന്ന് പറഞ്ഞിട്ടാണ് കരയുന്നത്. ഞാൻ എവിടെ പോയി ഉണ്ടാക്കാനാ മോളെ? നീ ഒന്ന് വന്ന് ആശ്വസിപ്പിച്ചാൽ അമ്മ ചിലപ്പോൾ റെഡിയാവും. നീ ഒന്ന് വരാൻ നോക്കുമോ? ആടാ ഞാൻ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് വരാം. പെട്ടെന്ന് വരണേടാ. മരുന്നൊന്നും കുടിക്കുന്നില്ല. കുടിക്കാണ്ടിരുന്നാൽ ഇത് കൂടുതലേ ഉള്ളൂ. എടാ മരുന്ന് എങ്ങനെയും കൊടുക്കാൻ നോക്കടാ. എടാ അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. ഭയങ്കര ഉപദ്രവമാ. ഇന്നലെ തന്നെ ഞാൻ ചെന്നിട്ട് എനിക്ക് നല്ലത് കിട്ടി. ആകെ അച്ഛൻ മാത്രമേ ഇപ്പോൾ റൂമിലോട്ട് പോകാറുള്ളൂ. അതും വഴക്കൊക്കെ പറഞ്ഞിട്ടാ അച്ഛൻ എങ്ങനെയൊക്കെയോ കഴിപ്പിക്കുന്നത്. നീ ഒന്ന് വന്നാ ആടാ ഞാൻ വരാം. എന്തായാലും ഒരു 3-4 ദിവസം കഴിയാതെ എനിക്ക് വരാൻ പറ്റില്ല. നിനക്ക് പറ്റുന്ന പോലെ വാ. ചെല്ലമണിച്ചിരിയിലെ ചിത്രവർണ്ണ ചിലമ്പിലെ മുത്തുകുരുത്തെടുക്കാൻ കൂടെ വാ. ഉള്ളം തുള്ളി തുളുമ്പുമീ കള്ളക്കണ്ണനൊരു തന്റെ കണ്ണു പൊത്തി കളിക്കാൻ കൂടെ വാ. കണ്ണാടി ചില്ലൊത്ത പെണ്ണാളല്ലേ, മുന്നാഴി മുല്ലപ്പൂ മുട്ടാണല്ലേ, നെല്ലോലത്തെല്ലിന്റെ മെയ്യാണല്ലേ, എല്ലാം ഈ ചെക്കന്റെ സ്വത്താണല്ലേ. പെണ്ണേ പെണ്ണേ നിൻ കല്യാണമാ, പൊന്നും മിന്നും നിൻ കണ്ണാരമായി. മണിമാരനാരുമയിലെ മണവാട്ടിയായ വേലി, മഴനൂല് കൊണ്ടു താലി മിഴിയിൽ പിടഞ്ഞു പേലി. என்னங்க நீங்க இப்ப என்னோட மாப்பிள்ளை இல்லையா? மாப்பிள்ளாவை என்னங்கன்னு கூப்பிடுவேன். என்கிட்ட ஒன்றும் பேச மாட்டேன். ഞാൻ നാളെ നാട്ടിലേക്ക് പോവാ. ആഹാ, നിങ്ങൾ രണ്ടുപേരും നാളെ നിൻ്റെ നാട്ടിലേക്ക് പോവാണോ? ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കാൻ വരികയായിരുന്നു. അപ്പോൾ ഇനി മുതൽ എങ്ങനെയായിരിക്കും താമസം? ഇവിടെയാവോ അതോ അവിടെയാവോ? അല്ല, ഇതിൻ്റെ വർക്ക് ഇവിടെയാണല്ലോ. അപ്പോൾ പിന്നെ ഇവിടെ താമസിക്കേണ്ടി വരുമല്ലേ? പിന്നെ മോളെ മുത്തു, നിന്നെ അവിടെ അമ്മ അന്വേഷിച്ചു. നീ ചെന്ന് നോക്ക്. ശരി അണ്ണാ. നേരത്തെ പറഞ്ഞ വർത്താനം അത്ര ശരിയല്ലായിരുന്നല്ലോ അരവേ. നീ എന്താ പറഞ്ഞ? നാളെ നീ നാട്ടിലേക്ക് പോകണമെന്നല്ലേ? ഇപ്പം അവൾ നിൻ്റെ ഭാര്യയാ. നീ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെയാണ് അവൾ നിൽക്കേണ്ടത്. അവളെ കൊണ്ട് പോയിക്കോളാം. മോനിത് എവിടെ പോകുന്നു? ഞാൻ അവിടെ റൂമിൽ. ഇനി മോൻ മുത്തുവിൻ്റെ റൂമിലാണ് കിടക്കണ്ടേ. അവിടെ പോയി കിടന്നു. അവളിപ്പോൾ വരും. മോഞ്ചല്ലേ? എന്താ ഒന്നും മിണ്ടാത്തെ? എനിക്ക് നല്ല സുഖമില്ല. ഭയങ്കര തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. പടുക്ക പോരിയാ. എനിക്ക് നമ്മുടെ മുതലിരവല്ലേ, മീൻസ് ഫസ്റ്റ് നൈറ്റ്. മുത്തു, പിന്നെ നമ്മുടെ കല്യാണം പെട്ടെന്നായിരുന്നല്ലോ. എനിക്ക് കുറച്ച് സമയം വേണം. ടേക്ക് യുവർ ടൈം. ശരി, അപ്പോൾ ഗുഡ് നൈറ്റ്. ഒരു ഗുഡ് നൈറ്റ് കൂടെ കൊടുക്ക മാട്ടിയാ? അതുക്കും ഉനക്ക് ടൈം വേணுமா? സോറി, ഗുഡ് നൈറ്റ്. இந்த ஆளு சரியில்லை. எங்க போற? ബാൽക്കണിയില. എനിക്ക് കോൾ ചെയ്യാം. சரி.
கொஞ்சம் லைட் ஆஃப் பண்ணுங்க. ഹലോ അമ്മ. ആ എന്താടാ, നീ ഉറങ്ങിയില്ലേ ഇപ്പോഴും? ഉറക്കം വന്നില്ല അമ്മ. പിന്നെ ഞാൻ നാളെ അങ്ങോട്ട് വരുന്നുണ്ട്. ആണോ? എപ്പോഴാ വരുന്നേ? നാളെ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങണം. പിന്നെ അമ്മ, അമ്മയ്ക്കൊരു സർപ്രൈസ് കൂടെ ഉണ്ട്. സർപ്രൈസ്? എനിക്കോ? എന്താടാ മക്കളെ? ആ, ഇത് സർപ്രൈസ് അല്ലേ അമ്മ? പിന്നെ ഞാൻ എങ്ങനെയാ പറയുന്നത്? നാളെ ഞാൻ വരുമ്പോൾ കണ്ടാൽ മതി. ഇനിയിപ്പോൾ എന്താന്ന് ആലോചിച്ച് ഇന്നത്തെ ഉറക്കം പോവും. അതെ, ഇതൊന്നും ആലോചിച്ച് ചുമ്മാ ഉറക്കം കളയാൻ നിൽക്കണ്ട. വെറുതെ ഒരു അസുഖം വരുത്തി വെക്കാനായിട്ട്. അമ്മ ചെന്ന് കിടന്നേ, ഞാനും പോയി കിടക്കുക. ശരി മക്കളെ. ഞാനെങ്കും പോവില്ല, മഴை தூவுதே, விண்மீன் கூட்டம் தேன் சிந்த விளையாடுதே. என்னங்க என்னங்க എഴുന്നേറ്റ്, നാട്ടിൽ പോകേണ്ടതല്ലേ, ഇനി ലേറ്റ് ആക്കണ്ട. എന്തോ ബെഡ് കോഫി. എനിക്കിതൊന്നും ശീലമല്ല. ഇനി ശീലിക്കാമല്ലോ. ഇത് കുടിക്ക്. ഞാനേ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യട്ടെ. എന്നെങ്കിൽ നീ ഇങ്ങനെ വിളിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ. നിനക്ക് എൻ്റെ പേര് വിളിച്ചൂടെ ആദ്യത്തെ പോലെ? പാട്ടിനെ തിട്ടുവാങ്ക. പാട്ടി മാട്ടുമല്ല, അമ്മാവൻ തിട്ടുവാങ്ക. കല്യാണം കഴിഞ്ഞ പുരുഷനെ ഇപ്പി വിളിക്കണമെന്നാ. വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പേര് വിളിക്കാം. ഇവിടെ നിന്ന് എന്തായാലും എനിക്ക് പേര് വിളിക്കാൻ പറ്റില്ല. ആരവേ, ഞാൻ എത്ര ഡ്രസ്സ് എടുക്കണം? നമ്മൾ ഒരുപാട് നിൽക്കും അവിടെ. ഒരുപാടൊന്നുമില്ല, നീ കുറച്ചെടുത്താൽ മതി. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് വാങ്ങാം. പിന്നെ ആരവിൻ്റെ ഡ്രസ്സ് ഞാൻ എടുത്തു വെക്കണോ? വേണ്ട, അതൊക്കെ ഞാൻ എടുത്തു വെച്ചോളാം. ശരി. അപ്പാ, ഞങ്ങൾ പോയിട്ട് വരാം. ആ മോനെ, പോയിട്ട് വാ. പാട്ടി, ആ മക്കളെ പോയിട്ട് വാ. അമ്മ, ഞാൻ പോയി വരാം. മുത്തു, ഇവിടത്തെ പോലെ വികൃതിയൊന്നും കാണിക്കരുതേ. നല്ല കുട്ടിയായിട്ടിരിക്കണം. കാലത്ത് തന്നെ എണീക്കണേ. അവിടെ ഞാനൊന്നുമില്ല നിന്നെ വിളിച്ചുണർത്താൻ. അതിനെന്താ, എനിക്ക് അലാം ഉണ്ടല്ലോ. ഞാൻ അലാം വെച്ച് എണീച്ചോളാം. ശരി അണ്ണാ. പോയിട്ട് വാ. വാവ്, ரொம்ப அழகா இருக்கு. ഇതാണോ നിങ്ങളുടെ ഊര്? എന്ത് രസമാ. ഇതൊക്കെ വിട്ടിട്ടാണോ അവിടെ വന്ന് നിൽക്കുന്നേ? ഇവിടുത്തെ രസവും നോക്കി നിന്നാ കഞ്ഞി കുടിക്കാൻ പറ്റില്ലല്ലോ. അതും ശരിതാ. എങ്കിൽ പിന്നെ വർക്ക് ഇവിടെ എങ്ങാനും ആക്കിക്കൂടെ? പിന്നെ ഇന്ദു വീട്ടിലാരും അറിഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഫ്രണ്ടാണെന്ന് പറയാൻ പോവാണോ? അല്ല, എനിക്ക് അവരോടൊന്നും മറച്ചു വെക്കാൻ കഴിയില്ല. ഞാനെല്ലാം പറയും. പിന്നെ പെട്ടെന്ന് പറയുമ്പോൾ അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എനിക്കറിയില്ല. നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പരവായില്ല, ഞാൻ പാത്തുക്കലാം. പോലാമാ? പച്ച പരിഷ്കാരി, പച്ച മലയാളി, ബുർഷ മുതലാളി, മദ്യം അതിരാശി, വായെടുത്ത വായാടി, വാക്കെടുത്ത വാക്കത്തി, പോരെടുത്ത പോരാളി, തൊക്കെടുത്തിട്ട് കഴിഞ്ഞ നിന്റെ കാളരാഗം. ആരാന്ന്? എടാ, നിനക്കെന്നെ മനസ്സിലായില്ലേ? നീയല്ല, ഇതാരാ? ആ, അതൊക്കെ ഉണ്ട്. നീ വാ, നിക്കടവിടെ. സത്യം പറയടാ, ആരാടെ ഇത്? കൊച്ചേ, നീ ഏതാ? ഞാൻ ഇന്ദു, ഇവങ്ങളുടെ അണ്ണാച്ചി. ആന്റിയേ, ഈ ചെക്കൻ. നീ വാ. ആന്റി എന്താടാ? വന്നു. ആ, അവൻ വന്നോ? അതിനാണോ നീ ഇങ്ങനെ കിടന്ന് കഥക്കുന്നത്? അവൻ മാത്രല്ല, അണ്ണാച്ചി വന്നു. അണ്ണാച്ചിയാ? അന്ന് ഞാൻ പറഞ്ഞില്ലേ, അവൻ എന്തോ എവിടെയോ ഒന്ന് തടഞ്ഞിട്ടുണ്ടെന്ന്. വിളിച്ചിറക്കി കൊണ്ടുവന്ന് ആൻറ്റി കൊണ്ടുവന്ന്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അണ്ണാച്ചിയാണ് ആൻറ്റി അത്. നമ്മളെങ്ങനെ ആ കുട്ടിയോട് സംസാരിക്കും? അമ്മ, ഹായ്, നല്ല ഐശ്വര്യമുള്ള കൊച്ച്. ആദ്യം കണ്ണ് തട്ടാണ്ടിരിക്കട്ടെ. നിക്കണേ മക്കളെ, അമ്മ ഇപ്പം വരാം. അമ്മ നിക്ക്, ഞാനൊരു കാര്യം പറയട്ടെ. നിന്റെ കാര്യമൊക്കെ ഞാൻ പിന്നെ കേൾക്കാം. ആദ്യം വിളക്കെടുത്തോണ്ട് വരട്ടെ. എന്തിനായിരിക്കും വിളക്ക്? ഇനി വിളക്കിനടിച്ച് നിന്നെ കൊല്ലാനായിരിക്കോ? ഓടോ കാട്ടി.
ജിഷേട്ടാ ഇതാരാ ചേട്ടൻ്റെ കൂടെ? ആഹാ, ഞാനന്ന് പറഞ്ഞപ്പോ നിനക്കൊക്കെ പുങ്ങിയോ? കാണടി കാണു. ഇതാ മക്കളെ, ഈ വിളക്ക് പിടിക്ക്, വലതുകാലം വെച്ച് കയറ്. അമ്മ ഞാൻ നീ ഒന്നും പറയണ്ടടാ മക്കളെ, എല്ലാം അമ്മയ്ക്ക് അറിയാം. നോക്കി നിൽക്കാതെ കയറടാ. പിന്നെ മോളുടെ ബാക്കിൽ കയറിയാൽ മതിയേ. ആവും, മോൾക്ക് പൂജാമുറി കാണിച്ചു കൊടുക്ക്. അപ്പോഴത്തേക്ക് ഞാൻ പോയിട്ടൊന്ന് ജ്യൂസ് അടിക്കട്ടെ. പിള്ളേർ ക്ഷീണിച്ചാണ്, എന്തോ ഒരു ചൂടാ. നിന്റെ തള്ളക്ക് എന്താടാ വയ്യേ? ഹായ്, ചേച്ചിയുടെ പേരെന്താ? ഞാൻ പേര് ഇന്ദു. നീ തന്നെ ആരവിൻ്റെ അനിയത്തി? ആ ആവൂ, പിന്നെ ഇവളും നിന്റെ സെയിം ഏജാ. ആണോ? ആ സോറി ചേച്ചി എന്ന് വിളിച്ചതിന്. ഏയ് പരവായില്ല അമ്മ, എന്നെ ആശീർവാദം പെണ്ണുങ്ക. നന്നായി വരും. മോള് പോയിട്ട് കുളിച്ചിട്ട് വാ. ആവൂ, ചേട്ടൻ്റെ റൂമ് കൊച്ചിനെ കാണിച്ചു കൊടുക്ക്. ആ അമ്മ. എടാ നീ എന്താ സുന പോയ അണ്ണാനെ പോലെ? ചുറ്റിനും എന്തോരം അപരാധങ്ങളാ നടക്കുന്നേ. അല്ല അത്ഭുതങ്ങളേ. അമ്മയെ കാണണ്ടേ? ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ആ കുളിക്കാനിപ്പോൾ പറ്റില്ല, നമുക്ക് പോയിട്ട് വരാം. അതൊന്നും ഇപ്പോൾ കുളിക്കാൻ പറ്റാത്തേ. എടാ അവൾ ഫ്രഷ് ആവാൻ പോയതല്ലേ. ഓ അതിനെന്താ, രണ്ടുപേർക്കും കൂടെ ഫ്രഷ് ആയിക്കൂടെ? ഓരോ തുള്ളി വെള്ളവും അമൂല്യമാണെന്നാണല്ലോ. എന്തിനാ നമ്മളായിട്ട് വെറുതെ വെള്ളം പാഴാക്കുന്നേ? ചെറ്റ. അപ്പച്ചി. ആഹാ, മോന് വന്നോ? മോനെ, ഇവരാരും എനിക്ക് ഇതുവരെ ഒരു ഭക്ഷണം പോലും തന്നില്ല. എന്നെ ഇത്രയും ദിവസം പട്ടിണിക്കിട്ട്. ഐശ്വരി, അയ്യോ എൻ്റെ അപ്പച്ചി ഇവർ ഫുഡ് തരാണ്ട് പട്ടിണി കിട്ടല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇനിയുണ്ടല്ലോ ഇവർക്കാർക്കും നമുക്ക് ഫുഡ് കൊടുക്കണ്ട, നമുക്ക് ഒറ്റ കഴിക്കാം. ആരും മോനെ, നിനക്കൊരു കാര്യം അറിയോ? ഇന്നലെ ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ മോൾ എൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, അമ്മ ഞാൻ അമ്മയുടെ അടുത്തേക്ക് വരാൻ നിൽക്കുക. ഞാൻ വന്നു കഴിയുമ്പോൾ എനിക്ക് അമ്മ പാട്ട് പാടിത്തരണം, എനിക്ക് ചോറ് വാരിത്തരണം, കഥകൾ പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞു. എൻ്റെ മോള് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കണേ. എൻ്റെ കൊച്ചിന് ഉണ്ണിയപ്പവും പായസമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഉണ്ടാക്കി വെക്കണം കേട്ടോ. ആരു, നീ അപ്പച്ചിയെ സഹായിക്കില്ലേ? പിന്നെ ഞാനല്ലാതെ എൻ്റെ അപ്പച്ചിക്കുട്ടി ആര് സഹായിക്കാനാ? അപ്പച്ചി എല്ലാം കഴിച്ചോ? എനിക്ക് ആരും ഫുഡ് തന്നില്ല. ഹെടി കള്ളി, ഇപ്പൊ 2 പ്ലേറ്റ് ചോറ് തിന്നത് ആരാ? ആഹാ, എനിക്കറിയില്ല. ശരി മോനെ, നീ എപ്പോഴാ വന്നേ? ഞാൻ അതെ ഇപ്പൊ വന്ന് കയറിയിട്ടുള്ളൂ മാമ. ആ വരുമ്പോ വലിയൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. മെയ്ഡ് ഇൻ ചെന്നൈ. അതെന്ത് സാധനം? അത് പിന്നെ അച്ഛനൊരു കാര്യം ചെയ്യും, നേരിട്ട് അവൻ്റെ വീട്ടിലേക്ക് ചെല്ലും, അവിടെ ഉണ്ട്. അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞാണോ? കഴിഞ്ഞതാ അച്ഛാ, ഞാനിപ്പോ കണ്ടിട്ടല്ലേ വരുന്നേ. എന്നാ പിന്നെ ഞാൻ പോയി നോക്കട്ടെ, എന്താ ഇത്രയും വലിയ സാധനം അറിയണമല്ലോ. എടാ ചെറ്റ, നിനക്ക് എന്തിൻ്റെ കഴപ്പാടാ? ഒരു മനസ്സുഖം മയില്. മാമ വാ കേറ്. ആ ഏട്ടനോ? കയറിയിരിക്കേ, ഞാൻ ചായ എടുത്തിട്ട് വരാം. എനിക്ക് ചായ ഒന്നും വേണ്ട. ഇവിടെ ആര് വരുമ്പോ എന്തോ വലിയൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, മേഡ് ഇൻ ചെന്നൈ എന്നൊക്കെ പറഞ്ഞപ്പോ അതെന്താ സാധനം ഒന്ന് കാണാൻ വന്നതാ. അതെന്താ സാധനം? ഞാൻ കണ്ടില്ലല്ലോ. എന്തുവിനായിരിക്കും അമ്മേ? ആരാ പറഞ്ഞേ? ജിഷേട്ടനായിരിക്കും അല്ലേ? ജിഷേട്ടനെ ഇമാതിരി ഊള പരിപാടി കാണിക്കുള്ളൂ. ഏട്ടൻ കുറച്ച് സമയം ഇരിക്കും, കൊച്ചു കുളിക്കുക. എനിക്കൊന്നും മനസ്സിലായില്ല. കുറച്ച് കഴിയുമ്പോ മനസ്സിലാവും അച്ഛേ. പോന്നോ? അപ്പച്ച ഉറക്കമായി കഴിഞ്ഞാവോ? മോളൊന്ന് പോയിട്ട് വിളിച്ചിട്ട് വന്നേ. നിങ്ങളെല്ലാരും കൂടി ഇരുന്ന് ഇങ്ങനെ ഡയലോഗ് പറയാതെ എന്താ കാര്യമെന്ന് പറ. ആര് വരുമ്പോ ഒരു കൊച്ചിനെ കൂടെ വിളിച്ചിറക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതങ്ങനെയല്ല, വിളിച്ചിറക്കി കൊണ്ടുവരാന്ന് പറയുമ്പോ ഇങ്ങനെ ഒളിച്ചോടി അങ്ങനെ ഒന്നൊന്നുമല്ല. അവളുടെ വീട്ടുകാർക്കൊക്കെ ഇഷ്ടമാണ്, കല്യാണം കഴിച്ചിട്ടാ കൊണ്ടുവന്നേ. അപ്പൊ കല്യാണം കഴിഞ്ഞാ? അത് ശരി, എന്നാൽ ഞാൻ അറിഞ്ഞിട്ടില്ല. അല്ല, കൊച്ചു സിന്ദൂരം നട്ടിട്ടില്ലേ? അപ്പൊ ഞാൻ കരുതി. അത് ഞാനാ പറഞ്ഞ് ഇടണ്ടെന്ന്. അമ്മ, വാ മോളെ, ഇതാ ആള്. ഇത് അമ്മയുടെ ഏട്ടനാ, അതായത് ഇവന്റെ മാമൻ. എന്നുവെച്ചാ എൻ്റെ അച്ഛൻ. എന്നെ ആശീർവാദം പണുക അങ്കിൾ. നന്നായി വരും. മോളുടെ പേരെന്താ? ഇന്ദു. വീട്ടിലാരൊക്കെയുണ്ട്? എനിക്ക് അപ്പ, അമ്മ, അണ്ണ, പിന്നെ ഒരു പാട്ടി കൂടെ ഇருக்கு. ശരി, പട്ടിയൊക്കെ ഇഷ്ടമാണല്ലേ? ഇവിടെ പിന്നെ പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, 4 എണ്ണം. അയ്യ ജിഷേട്ട, പട്ടി എന്നല്ല പാട്ടി എന്നാ പറഞ്ഞേ. പാട്ടി എന്ന് പറഞ്ഞ മുത്തശ്ശി. ശരി, എന്തോരം നല്ല പേരുകളുണ്ട് ഈ ലോകത്ത്. എന്നിട്ട് ഈ ജന്തുക്കളുടെ പേരൊക്കെയാണോ തള്ളക്കിട്ട് വെച്ചേക്കുന്നത്, മനുഷ്യനെ കൂടെ തെറ്റിക്കാൻ വേണ്ടിയിട്ട്? ഒന്നും വിചാരിക്കരുത് ഇന്ദു, കുറച്ച് വിവരം കൂടുതലാ ഏട്ടനെ, അതുകൊണ്ടാ. വർഗസ്നേഹം കണ്ട നിനക്ക് പൊള്ളും, എനിക്കറിയാം. നീ ഒരു പൂച്ചാണ്ടിയാണല്ലോ.
പോ ജീഷു ഏട്ടാ. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, ഒന്ന് പുറത്തു പോകണം. ഏട്ടാ എന്തേലും കഴിച്ചിട്ട് പോവാം. ഇല്ല, പിന്നെ നോക്കാം. എനിക്കിപ്പോൾ പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. വാ മക്കളെ, സമയം ഒരുപാടായി, നമുക്ക് കഴിക്കാം. ഇതേ എപ്പോൾ വന്നു എന്ന് ചോദിച്ചാൽ മതി. അയ്യോ ഇനിയിപ്പോൾ മോൾക്ക് എന്ത് കൊടുക്കും? മോള് വെജിറ്റബിൾസ് മാത്രം കഴിക്കുന്നുണ്ടാവും അല്ലേ? ഞങ്ങളിവിടെ എല്ലാം കഴിക്കും. ഇവൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിക്കനും മട്ടനൊക്കെയാണ് വച്ചത്. മോൾക്ക് എന്ത് കറിയാണ് ഇഷ്ടം? നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാം. ഹേ പരവായില്ലമ്മ, ഞാൻ ബീഫ് സാപ്പിടുവേ. ഹായ് ശരി. അല്ല അവിടെ ഒന്നും ആരും അങ്ങനെ ഇതൊന്നും കഴിക്കില്ലെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്, അതുകൊണ്ടാണ്. ഈ കൊച്ചിനെ കണ്ടാറിനൂടെ ഇത് കഴിക്കത്തില്ലായിരുന്നു എന്ന്. ഇവ കഴിപ്പിച്ചതായിരിക്കും. ഞാൻ കഴിപ്പിച്ചതൊന്നുമല്ല. പിന്നെ എന്തിനാ നീ കിടന്ന് വിൽക്കുന്നേ? വിൽക്കോ പോടാ. ഇന്ദു നീ ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ. നമുക്കൊന്ന് ചുറ്റിക്കറങ്ങാൻ പോയാലോ? ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട് കാണാൻ. ചുറ്റിലും കറങ്ങലൊക്കെ പിന്നെ. എന്തൊരു വെയിലാ, വെയിൽ മാറട്ടെ എന്നിട്ട് പോവാം. മോള് കുറച്ച് സമയം പോയി കിടന്നു, യാത്രാക്ഷീണം കാണും. ശരി അമ്മ. എന്താ? അമ്മ പറഞ്ഞു പടുക്കാൻ. പഠിക്കാനോ? പടുക്കാൻ, കിടക്കാൻ. ഈ യാത്രാക്ഷീണം കാണുമെന്ന് പറഞ്ഞു. ആ കിടന്നോ. ആരവ് എങ്ങോട്ടാ പോകുന്നേ? ഞാൻ അമ്മയുടെ അടുത്ത്. ഞാൻ ഇങ്ങോട്ട് വന്നതുകൊണ്ടാണോ ആരവ് പോകുന്നത്? ഏയ് അങ്ങനെയൊന്നുമില്ല. എങ്കിൽ ആരവ് ഇവിടെ കിടന്നു, ഞാൻ ആവുവിൻ്റെ അടുത്ത് പോയി കിടക്കാം. അതൊന്നും വേണ്ട. എന്നാച്ച് അമ്മയുടെ അടുത്ത് പോയി എന്താ തിരിച്ചു വന്നേ? അവിടെ അമ്മ ഡോറടച്ചേക്കുവാ, ചിലപ്പോൾ കിടന്ന് ഉറങ്ങിക്കാണും. കടവുളി ഇയാളെന്നെ ഇപ്പിടി ഇത്രയും ഗ്ലാമറുള്ള ഞാനിങ്ങനെ നീണ്ടു നിവർന്ന് കിടന്നിട്ട് ഒന്നും തോന്നില്ലേ? എന്തെങ്കിലും തോന്നണമെങ്കിൽ ആദ്യം എന്നൊന്ന് നോക്കണ്ടേ? ഇത് ഫോണിലും തലയിട്ടുകൊണ്ടിരിക്കുകയല്ലേ? ഈ ഫോൺ അടിച്ച് പൊട്ടിച്ചാലോ ഞാൻ. റൂമിലായിരുന്നടാ. ഞാൻ അതാ വരുന്നു. നീ വന്ന സമയത്ത് എന്തോന്ന് പറയാനുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. പറയാം. നമുക്കിവിടെ നിന്നങ്ങ് മാറിയേക്കാം. പുറത്ത് പോയൊരു ചായയൊക്കെ കുടിച്ചിട്ട് പറയാം. രഹസ്യ? അങ്ങനെയും പറയാം. ഇവിടെ നിന്നാണല്ലോ അത് കേൾക്കുന്നേ. കണ്ണിൻ്റെ കാടും കാട്ടാറും കൂടെ ചിരിച്ചേ കന്നിപ്പൊന്നെ പുഞ്ചിരിക്ക് കണ്ണേ അമ്മയുണ്ട മേലെ കണ്ണ് ചിമ്മും താരകമായി ദൂരെ മാനത്തെ മാറിക്കൂറുമ്പേ പെയ്യല്ലേ പെയ്യല്ലേ പൊന്നെ മാനത്തെ മടക്കിടങ്ങൾ വാവുറങ്ങാരോ വാവം പാടിയുറക്കാൻ ഇല്ലില്ലമ്മയൻ പൊന്നെ ചരത്തെ നോവു താരാട്ടിൻ നീയുറങ്ങാരോ. മോളെ